നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. കണ്ണൂരിലേക്ക് മാറ്റിയത് കേസിലെ 9 പ്രതികളെ. കേസിന്റെ തുടക്കം മുതൽ പ്രതികൾ കഴിഞ്ഞിരുന്നത് വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ. വല്ലപ്പുഴയിൽ നിന്നും കാണാതായ 15-കാരിയെ ഗോവയിൽ നിന്ന് വീട്ടിലെത്തിക്കാൻ പോലീസും ബന്ധുക്കളും യാത്ര തിരിച്ചു. 6 ദിവസം മുമ്പ് കാണാതായ പെൺകുട്ടിയെ ഗോവയിൽ കണ്ടെത്തിയതായി വിവരം ലഭിച്ചത് ഇന്നലെ രാത്രി. കുട്ടി മഡ്ഗാവ് പോലീസ് സ്റ്റേഷനിൽ. ഷൊർണൂരിൽ പന്നിക്ക് വെച്ച വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വയോധികൻ കുളത്തിലേക്ക് തെറിച്ചു വീണു മരിച്ച സംഭവത്തിൽ സ്ഥലമുടമ അറസ്റ്റിൽ. സുഹൃത്തുക്കൾക്ക് വീഡിയോ സന്ദേശം അയച്ച ശേഷം യുവാവിന്റെ ആത്മഹത്യ. യുവാവിനെ വീടിനുള്ളിൽ കണ്ടെത്തിയത് തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് ചെറുതുരുത്തി മേച്ചേരിക്കുന്ന് അണ്ടലാടി വീട്ടിൽ 32 വയസ്സുള്ള വിപിൻ. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. കേസിലെ 9 പ്രതികളെയാണ് തൃശൂർ വിയ്യൂരിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയത്. വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ കഴിയുന്ന 8 പ്രതികളെയും വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന 1 പ്രതിയെയുമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയത്. കനത്ത സുരക്ഷയിലാണ് പ്രതികളെ കൊണ്ടുപോയത്. 1 മുതൽ 8 വരെ പ്രതികളായ A. പീതാംബരൻ, സജി C. ജോർജ്, KM സുരേഷ്, K. അനിൽകുമാർ, G. ഗിജിൻ, R. ശ്രീരാഗ്, A. അശ്വിൻ, സുബീഷ് എന്നിവരും 10-ാം പ്രതി T. രഞ്ജിത്തും വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലാണ് കേസിന്റെ തുടക്കം മുതൽ കഴിഞ്ഞിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വല്ലപ്പുഴയിൽ നിന്ന് കാണാതായ 15-കാരിയെ ഗോവയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ കുട്ടിയെ നാട്ടിലെത്തിക്കാൻ പോലീസും ബന്ധുക്കളും ഗോവയിലേക്ക് യാത്ര തിരിച്ചു. ഇന്നലെ രാത്രിയാണ് കുട്ടിയെ ഗോവയിൽ കണ്ടതായി പട്ടാമ്പി പോലീസിന് വിവരം ലഭിച്ചത്. കുട്ടി ഇപ്പോൾ ഗോവയിലെ മഡ്ഗാവ് പോലീസ് സ്റ്റേഷനിലാണ്. വല്ലപ്പുഴയിൽ നിന്ന് 6 ദിവസം മുമ്പ് കാണാതായ പെൺകുട്ടിയെയാണ് ഗോവയിൽ നിന്ന് കണ്ടെത്തിയത്. സ്കൂളിലേക്ക് പോയ വിദ്യാർത്ഥിനി സ്കൂളിൽ എത്താതിരുന്നതിനെ തുടർന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കുട്ടിയെ കണ്ടതായി പോലീസിന് വിവരം ലഭിക്കുകയുണ്ടായി. കുട്ടിയുടെ കൂടെ ഉണ്ടെന്ന് സംശയിക്കുന്ന യുവാവിൻ്റെ രേഖാചിത്രവും ഇന്നലെ പുറത്തുവിട്ടിരുന്നു. പിന്നീട് രാത്രിയാണ് കുട്ടിയെ ഗോവയിൽ കണ്ടതായി പോലീസിന് വിവരം ലഭിച്ചത്. നിലമ്പൂരിൽ നിന്ന് വിനോദയാത്ര പോയ അധ്യാപക സംഘമാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞ് പോലീസിന് വിവരം നൽകിയത്. കുട്ടി ഗോവയിലെ മഡ്ഗാവ് പോലീസ് സ്റ്റേഷനിലുള്ളതായി പട്ടാമ്പി സ്റ്റേഷൻ ഓഫീസർ PK പത്മരാജൻ അറിയിച്ചു. പെൺകുട്ടിയെ നാട്ടിൽ തിരിച്ചെത്തിക്കാൻ പട്ടാമ്പി പോലീസും ബന്ധുക്കളും ഗോവയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മരിക്കുന്നതിന് മുൻപ് സുഹൃത്തുക്കൾക്ക് വീഡിയോ സന്ദേശം അയച്ച് യുവാവ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. ചെറുതുരുത്തി പൈങ്കുളം റോഡ് മേച്ചേരിക്കുന്നിന് സമീപം താമസിക്കുന്ന അണ്ടലാടി വീട്ടിൽ ബേബി രാജന്റെ മകൻ 32 വയസ്സുള്ള വിപിനാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയാണ് സംഭവം. മരിക്കുന്നതിന് മുൻപ് അകത്തെ മുറിയിൽ നിന്ന് വീഡിയോ എടുത്ത് കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തു. വീഡിയോയിൽ തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച ഷാൾ കൊളുത്തിൽ കെട്ടി തൂക്കിയിരിക്കുന്നത് കാണാം. ഈ സമയം വീട്ടിൽ ആരുമില്ലായിരുന്നു. കൂട്ടുകാർ രക്ഷിതാക്കളെ അറിയിച്ച് എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ SI നിഖിലിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. എൻ്റെ മരണത്തിൽ ആരും ഉത്തരവാദിയല്ല, ഞാൻ ഈ ലോകത്തോട് വിട പറയുകയാണ് എന്ന് എഴുതിയ കുറിപ്പും മുറിയിൽ നിന്ന് ലഭിച്ചു. ഗീതയാണ് മാതാവ്. സഹോദരങ്ങൾ ജിതിൻ, ബബിത. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ പരുത്തിപ്രയിൽ കുളത്തിൽ വീണ് വയോധികൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്ഥലമുടമയെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പരുത്തിപ്ര വെളുത്തങ്ങാലിൽ കുഞ്ഞൻ മരിച്ചത് ഷോക്കേറ്റാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായ സാഹചര്യത്തിലാണ് സ്ഥലമുടമ പരുത്തിപ്ര കോഴിപ്പാറ പുഴയ്ക്കൽ വീട്ടിൽ 74 വയസ്സുള്ള ശങ്കരനാരായണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2024 നവംബർ 28 രാവിലെയാണ് കുഞ്ഞനെ വീട്ടിലെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശങ്കരനാരായണന്റെ വീട്ടിലെ ജോലിക്കാരനായ കുഞ്ഞൻ മീൻ വളർത്തുന്ന കുളത്തിന് സമീപത്ത് പുലർച്ചെ 5 മണിയോടെ എത്തിയപ്പോൾ കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് കുളത്തിലേക്ക് വീഴുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. പന്നിക്ക് വെച്ച കെണിയിൽ നിന്നാണ് ഷോക്കേറ്റതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ സ്ഥലമുടമ പരുത്തിപ്ര കോഴിപ്പാറ പുഴയ്ക്കൽ വീട്ടിൽ 74 വയസ്സുള്ള ശങ്കരനാരായണനെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ശങ്കരനാരായണന്റെ കൃഷിയിടത്തിൽ പന്നിശല്യം വർദ്ധിച്ചതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് കുഴിയെടുത്ത് സമീപത്തെ കുളം, കൃഷിയിടം എന്നിവയുടെ സമീപത്ത് സ്ഥാപിച്ച ഇരുമ്പു കമ്പികളിലേക്ക് വൈദ്യുതി കടത്തിവിടുകയായിരുന്നു. ഈ വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റാണ് കുഞ്ഞൻ മരിച്ചത്. രാവിലെ ശങ്കരനാരായണൻ വന്നപ്പോഴാണ്
കുഞ്ഞൻ കുളത്തിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഉടൻ വൈദ്യുതിക്കണി അവിടെ നിന്ന് മാറ്റിയ ശേഷം നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തി. പോലീസ് സ്ഥലമുടമയെ ചോദ്യം ചെയ്തപ്പോഴാണ് കുറ്റം സമ്മതിച്ചത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. പോലീസ് ഇൻസ്പെക്ടർ വി രവികുമാർ, SI M മഹേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ നീലാഞ്ചേരി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത്. കിണർ നിർമ്മാണത്തിന് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ അത്തിക്കൽ അബ്ദുൽ ഖാദറിനെയും ടാങ്ക് നിർമ്മാണത്തിന് സൗജന്യമായി സ്ഥലം നൽകിയ ഈ വാർഡിലെ ADS കൂടിയായ സബിതയെയും മാതാവിനെയും ചടങ്ങിൽ ആദരിച്ചു. പദ്ധതി പ്രാവർത്തികമായതോടെ 30ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകും. പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ നിർവഹിച്ചു. അതിന്റെ ബുദ്ധിമുട്ട് അറിയുക. കേരളത്തിലെ സംബന്ധിച്ചോളം വളരെ വലിയ അത്രമാത്രം രൂക്ഷത. പക്ഷേ നമ്മുടെ ഈ പറഞ്ഞതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഈ ചില പ്രദേശങ്ങളിൽ, ഇപ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ, ഇപ്പോൾ എനിക്കറിയാം നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ കോങ്ങാട് എന്ന് പറയുന്ന പഞ്ചായത്തിൽ ഉൾപ്പെടെ അതിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വളരെ കുടിവെള്ളക്ഷാമം നേരിടുന്ന വേനൽക്കാലമായാൽ, പണ്ടൊക്കെ വേനൽക്കാലം എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസമാണ്. ഇപ്പോൾ വേനൽക്കാലം എന്ന് പറയുന്നത് ജനുവരിയിൽ ആരംഭിച്ചു അല്ലേ. ഇതിന് വെള്ളം ഇന്നെൻ്റെ പത്രത്തിൽ കണ്ടു, വരൾച്ച, കടുത്ത ചൂടാണ്. ഇന്നലെ മിഞ്ഞാന്നിട്ട് ഈ ദിവസത്തെ ഏറ്റവും വലിയ ചൂട് എന്ന് പറഞ്ഞ പത്രം. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ അറിയുന്നുണ്ട്. നമുക്ക് നമ്മുടെ ദേഹം അനുഭവിക്കുന്നതിൻ്റെ അപ്പുറം പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് കൃത്യമായി കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സൂചന നമുക്ക് ലഭിക്കുകയാണ്. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS അബ്ദുൽ മുത്തലീഫ്, ബ്ലോക്ക് മെമ്പർ A രജനി, PC സുമ, TR ശശികുമാർ, SJN നജീബ്, V ഹരിദാസൻ, രാധാകൃഷ്ണൻ, അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് മെമ്പർ ഷഫീന നജീബ് സ്വാഗതവും ഗണേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ലക്കിടിയിൽ നിർധന കുടുംബത്തിന് ജിദ്ദ അഭയം വനിതാ കൂട്ടായ്മയുടെ സഹായത്തോടെ വീടൊരുങ്ങി. ജിദ്ദ അഭയം വനിതാ കൂട്ടായ്മ കോർഡിനേറ്റർ റഹ്മത്ത് ആലുങ്ങൽ വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു. അർഹമായ വാക്കുകളാണ് അവൾ അവിടെ സംസാരിച്ചത്. ടീച്ചറെ, ആ വീട് വെക്കുന്ന എനിക്ക് വീട് വേണ്ട, അതായത് ഫസ്റ്റിൽ വരുന്ന വീട് ഇതാണ് സാജിദ ടീച്ചറെ അടുത്ത്. അന്നേരം ആ കുട്ടി പറയണത്, ടീച്ചറെ എനിക്കല്ല വീട് വേണ്ടത്, എന്റെ കൂട്ടുകാരിയും അയൽവാസിയുമായ ആ കുട്ടിക്കാണ് വീട് വേണ്ടത് എന്നാണ്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് പറയുമ്പോ ആ കുട്ടി പറഞ്ഞ അവര് ഉമ്മ രോഗിയാണ്, ഉപ്പാക്കും സുഖമില്ല, അവർ 3 കുട്ടികളാണ്, ഉമ്മാക്ക് എന്തെങ്കിലും നാളെ സംഭവിച്ചാൽ കയറി കിടക്കാൻ ഇടമില്ലല്ലോ. അത് വല്ലാതൊരു മനസ്സിലൊലിക്കണ വാക്കുകളായിരുന്നത്. ലക്കിടി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ 6-അംഗ കുടുംബത്തിനാണ് വീടൊരുങ്ങിയത്. 7 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീടിന്റെ നിർമ്മാണം. AGB സ്കൂൾ അധ്യാപികയും ജീവകാരുണ്യ പ്രവർത്തകയുമായ സാജിദയാണ് നിർമ്മാണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകിയത്. ജിദ്ദ അഭയം വനിതാ കൂട്ടായ്മയുടെ 2ാമത്തെ വീടാണിത്. താക്കോൽദാന ചടങ്ങിൽ AGB സ്കൂൾ അധ്യാപിക സാജിദ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം AEO ശാന്തകുമാരി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ മൊയ്തീൻകുട്ടി പത്തിരിപ്പാല, അക്ഷരജാലകം ഗുരു ശ്രേഷ്ഠ പുരസ്കാര ജേതാവ് റൈഹാനത്ത് ടീച്ചർ, നീന്തൽ പരിശീലക അസീന സാദിഖ് ഭാഷ, എഴുത്തുകാരി സുനിത വേണു തുടങ്ങിയവരെയും മറ്റു മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ആദരിച്ചു. അൻസാർ ആശുപത്രി CEO ഷാക്കിർ മൂസ, AGB സ്കൂൾ മാനേജർ അലി അക്ബർ, PTA പ്രസിഡന്റ് ഇബ്രാഹിം ബാദുഷ എന്നിവർ സംസാരിച്ചു. K ഫൈസൽ സ്വാഗതവും AGB സ്കൂൾ പ്രധാനാധ്യാപിക ഇന്ദു KS നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലം റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഷൊർണൂർ കല്ലിപ്പാടം പൊതുജന വായനശാലയിലെ ബാലവേദി അംഗങ്ങൾക്ക് സൗജന്യമായി പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ബാലവേദി അംഗങ്ങൾക്ക് പുസ്തകം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. റോട്ടറി ക്ലബ് ഒറ്റപ്പാലം റോട്ടറി ക്ലബ്ബ് താല്പര്യമെടുത്തുകൊണ്ട് പുസ്തകം വിതരണം ചെയ്യുന്നതിൽ അത് ഏറ്റുവാങ്ങുന്നതിൽ നിങ്ങൾക്ക് ഏറെ അഭിമാനിക്കാൻ വകയില്ല. കാരണം ഇന്ന് പുസ്തകങ്ങളെന്ന് പറയുന്നത്, ഞാനിവിടെ വന്നപ്പോൾ മുന്നേറ്റവും ചോദിച്ചത്, ഇവിടെ പുസ്തകം 8000-ലധികം പുസ്തകങ്ങൾ ഈ വായനശാലയിലുണ്ട്. അപ്പോൾ ആരെങ്കിലും പുസ്തകം വായിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ കുട്ടികൾ വന്ന് വായിക്കുന്നുണ്ട് എന്ന ഒരു ശുഭസൂചകമായിട്ടുള്ള മറുപടി എത്തിയിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ വായനശാലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സുനിൽ അമ്മാത്ത് മുഖ്യാതിഥിയായിരുന്നു.
റൊട്ടേറിയന്മാരായ MGK മേനോൻ, CP ബൈജു, മധുസൂദനൻ, പ്രദീപ്, കൃഷ്ണദാസ്, വായനശാല പ്രസിഡന്റ് P മോഹൻദാസ്, സെക്രട്ടറി A മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോങ്ങാട് നാരങ്ങ മിഠായി കൂട്ടായ്മയിൽ പുതുവത്സരാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കോങ്ങാട് ഹിൽലാൻഡ് പാർക്കിൽ നടന്ന ചടങ്ങ് കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T അജിത്ത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ റഹ്മാൻ കോങ്ങാട് അധ്യക്ഷത വഹിച്ചു. ഉണ്ണികൃഷ്ണൻ വീരമംഗലം, അലവി, മോഹനൻ മാസ്റ്റർ, അജിത് മാതൃഭൂമി, തെക്കേക്കുളം വേണുഗോപാലൻ, മങ്ങാട്ട് സേതുമാധവൻ, കടവത്ത് സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു. വേണു കോങ്ങാട്, CK ഹരിദാസൻ, KR ഹരിദാസ്, P ദേവഭൂവേന്ദ്രൻ, അനിൽകുമാർ, സുന്ദരൻ കോങ്ങാട്, ചെമ്പക്കര ശിവകുമാർ, ഹരിബാലൻ, N രാമരാജൻ, ജാക്സൺ കടവത്ത്, ജലീൽ AU, അബ്ബാസ് എന്നിവർ താരങ്ങളെ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. കരോക്കെ ഗാനമേളയും സേതുമാധവൻ പെരിങ്ങോട് അവതരിപ്പിച്ച മാജിക് ഷോയും ഉണ്ടായിരുന്നു. CN ശിവദാസൻ സ്വാഗതവും CP ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രാദേശിക സാമ്പത്തിക വികസനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി MB രാജേഷ്. അങ്ങനെ കേരളത്തെ സഹായിക്കുന്ന തരത്തിലേക്ക് സംരംഭകരെ കൊണ്ടുവരികയാണ് ഉദ്ദേശമെന്നും മന്ത്രി പറഞ്ഞു. വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൂറ്റനാട്ട് സംരംഭക സഭ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി MB രാജേഷ്. മാനേജ്മെന്റ് രീതികളെ സംബന്ധിച്ചുൾപ്പെടെ അവരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ടൈം മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള സാധാരണ നമ്മൾ എടുക്കുന്നത് ചട്ടങ്ങളിലും മറ്റും മാത്രമല്ല, ഇത്തരത്തിൽ അവരെ കുറച്ച് പ്രൊഫഷണലാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടുകൂടി 1200 പേർക്ക് 20 ബാച്ചായിട്ടാണ് പ്രത്യേക പരിശീലനം. കാരണം അവർ കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങൾ സെൻസിറ്റീവാണ്. സംരംഭകരെ വരുമ്പോൾ അല്ലെങ്കിൽ സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കാൻ, പ്രാദേശിക സാമ്പത്തിക വികസനത്തെ പ്രോത്സാഹിപ്പിക്കാനൊക്കെയുള്ള ഒരു അതിന് പറ്റുന്ന മനോഭാവത്തിലേക്ക് അവരെ മാറ്റണം. കൂറ്റനാട്ടുള്ള തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലാണ് വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെയും പാലക്കാട് ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംരംഭക സഭ ജില്ലാതല ഉദ്ഘാടനം സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം നാഗലശ്ശേരി പഞ്ചായത്ത് തല സംരംഭക സഭയും സംഘടിപ്പിച്ചു. ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റെജീന അധ്യക്ഷയായി. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ S സജി വിഷയാവതരണം നടത്തി. PK ജയ, ഷറഫുദ്ദീൻ കളത്തിൽ, K മുഹമ്മദ്, ഷാനിബ ടീച്ചർ, TV മമ്മു, AG അനിൽകുമാർ, അബ്ദുൽ വാഹിബ്, നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സംരംഭകർക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതിനു വേണ്ടി സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയും പരിധിയിൽ രൂപീകരിച്ച പുതിയ സംരംഭങ്ങളുടെയും അതിനു മുൻപ് പ്രവർത്തിച്ച് വരുന്ന സംരംഭക പ്രതിനിധികളുടെയും യോഗമാണ് സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സമൂഹത്തിന്റെ അടിത്തട്ടിലെ പ്രശ്നങ്ങൾ ജാഗ്രതാപൂർവം കൈകാര്യം ചെയ്ത മാധ്യമപ്രവർത്തകനായിരുന്നു സഞ്ജയ് ചന്ദ്രശേഖർ എന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. പാലക്കാട് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച സഞ്ജയ് ചന്ദ്രശേഖർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പറമ്പിക്കുളം പോലുള്ള പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് സഞ്ജയ് ചന്ദ്രശേഖറാണ്. ജനകീയ വിഷയങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്താൻ സഞ്ജയ് ചന്ദ്രശേഖറിന് കഴിഞ്ഞിരുന്നുവെന്നും K കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഷാഫി പറമ്പിൽ MLA മുഖ്യപ്രഭാഷണം നടത്തി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് നോബൽ ജോസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി M ശ്രീനേഷ്, സുരേഷ് ഹരിഹരൻ, TV ചന്ദ്രശേഖരൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രസ് ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗം ബിമൽ പേരയം നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. കണ്ണൂരിലേക്ക് മാറ്റിയത് കേസിലെ 9 പ്രതികളെ. കേസിന്റെ തുടക്കം മുതൽ പ്രതികൾ കഴിഞ്ഞിരുന്നത് വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ. വല്ലപ്പുഴയിൽ നിന്നും കാണാതായ 15-കാരിയെ ഗോവയിൽ നിന്ന് വീട്ടിലെത്തിക്കാൻ പോലീസും ബന്ധുക്കളും യാത്ര തിരിച്ചു. 6 ദിവസം മുമ്പ് കാണാതായ പെൺകുട്ടിയെ ഗോവയിൽ കണ്ടെത്തിയതായി വിവരം ലഭിച്ചത് ഇന്നലെ രാത്രി. കുട്ടി മഡ്ഗാവ് പോലീസ് സ്റ്റേഷനിൽ. ഷൊർണൂരിൽ പന്നിക്ക് വെച്ച വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വയോധികൻ കുളത്തിലേക്ക് തെറിച്ചു വീണു മരിച്ച സംഭവത്തിൽ സ്ഥലമുടമ അറസ്റ്റിൽ. സുഹൃത്തുക്കൾക്ക് വീഡിയോ സന്ദേശം അയച്ച ശേഷം യുവാവിന്റെ ആത്മഹത്യ. യുവാവിനെ വീടിനുള്ളിൽ കണ്ടെത്തിയത് തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് ചെറുതുരുത്തി മേച്ചേരിക്കുന്ന് അണ്ടലാടി വീട്ടിൽ 32 വയസ്സുള്ള വിപിൻ. നമസ്കാരം.